ആലുവ കരുകുന്ന സെന്റ് ജോസഫ് ഇടവകാലയത്തിന്റെ തിരുനാൾ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു ഇടവക വളരുന്നത് 4 തൂണുകളിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2 വായിക്കും. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, അപ്പമുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ, ഇത് 4 ഇവിടെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് സഭയോട് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു സ്നേഹ സമൂഹമായിട്ട് വളരാം. അതിന് ഈ തിരുനാളും ഇതിന്റെ എല്ലാ സംരംഭങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും ഇടവക തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. കുന്നിടവക മക്കൾക്കെന്നും നീയാണാശ്രയമേ. കുന്നിടവക മക്കൾക്കെന്നും നീയാണാശ്രയമേ. വാത്സല്യനാഥാ യൗസേപ്പ് പിതാവേ, ഞങ്ങൾ നിൻ സങ്കേതം തേടിടുന്നു. കുന്നിടവക മക്കൾക്കെന്നും നീയാണാശ്രയമേ. കുന്നിൽ വാഴും പുണ്യാത്മാവേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണമേ. അനുഗ്രഹങ്ങൾക്കെന്നും അർഹരാകാൻ ഈശോയോടെന്നും പ്രാർത്ഥിക്കണമേ. കുന്നിൽ വാഴും പുണ്യാത്മാവേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണമേ. ഭാരവും ജീവിതവ്യഥകളും രോഗവും ദുരിതവും അലട്ടിടുമ്പോൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഭാരവും ജീവിതവ്യഥകളും രോഗവും ദുരിതവും അലട്ടിടുമ്പോൾ തളരാത്ത മനസ്സുമായി വിശ്വാസപാതയിൽ ജീവിതം ധന്യമായി കൈവരിക്കാം. തളരാത്ത മനസ്സുമായി വിശ്വാസപാതയിൽ ജീവിതം ധന്യമായി കൈവരിക്കാൻ ഞങ്ങൾക്കു തുണയാകണേ. കുന്നിൽ വാഴും പുണ്യാത്മാവേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണമേ. അനുഗ്രഹങ്ങൾക്കെന്നും അർഹരാകാൻ ഈശോയോടെന്നും പ്രാർത്ഥിക്കണമേ. കുന്നിൽ വാഴും പുണ്യാത്മാവേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണമേ. ബലിയായി തീരും സമയമിതാ, ബലിയായി പകരും ബലിവസ്തുവാ
അതിതൂതിതനീ അൽത്താരയിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ വളരെയധികം ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. അത് നമ്മളുടെ അലങ്കാരങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പുണ്യപ്പെട്ട ദിനത്തിൽ മിസ്റ്റർ ഔസേപിതാവിന്റെയും മിസ്റ്റർ ക്രിസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യപ്പെട്ട ദിനത്തിൽ ആദ്യമേ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് നമുക്കായിട്ട് ദിവ്യബലി അർപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ അതുപോലെ സഹകാർമ്മികനായിരിക്കുന്നത് നമുക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തി. അവരെ ഒന്ന് പരിചയപ്പെടുത്തി ആദ്യമേ തന്നെ നമ്മുടെ പുത്തമ്പരങ്ങാച്ചനെ അറിയാത്തവരാരുമില്ല. പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ എല്ലാ അച്ഛന്മാരുടെയും പ്രസംഗങ്ങളൊക്കെ ഇതൊക്കെ കേട്ടല്ല, അല്ലെങ്കിൽ തമാശയില്ല, ഓർമ്മടിയ എന്നൊക്കെ പറയുമ്പോൾ പുത്തമ്പരങ്ങാച്ചന്റെ പ്രസംഗമാണെങ്കിൽ യൂട്യൂബിലായാലും എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അച്ഛൻ കോൺഗ്രിഗേഷനും ഉപരി അതുകൊണ്ട് അച്ഛനെ അറിയപ്പെടുന്നത് കാപ്പപ്പൊടി അച്ഛനാണ്. അപ്പോൾ അത് കോൺഗ്രിഗേഷന് അത്രയധികം അച്ഛന്റെ നർമ്മത്തിലുള്ള ആരെയും വളരെ നല്ല കാതലായിട്ടുള്ള സന്ദേശങ്ങളാണ്. കൃത്യമായിട്ടുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് അച്ഛനെ ചെയ്യും. നന്നായിട്ട് കഴിയുന്നത് നമ്മൾ പറയേണ്ട വാക്കേതാണ് യു ആർ എ ബ്ലെസ്സിംഗ്. അത് ഉറക്കനെ പറയണം. യു നമ്മൾ എടുത്തിരിക്കുന്നത് യു ആർ എ ബ്ലെസ്സിംഗ്. എല്ലാവരും പറഞ്ഞേ. ഇനി നമ്മള് ബ്ലാക്ക് ലക്ഷൻ ഞങ്ങൾ ഒരേ സെമിനാരിയിൽ പഠിച്ചു. ചെറിയ ബാച്ചും താഴത്തെ ബാച്ചും മുകളിലെ ബാച്ചും ഒക്കെ ആയിരുന്നു. വളരെ നെടുമങ്ങാട് പള്ളിയിലാണ് അച്ഛൻ, സെന്റ് തോമസ് പള്ളിയിലാണ് അവിടെ ആയിരിക്കുക. പ്രത്യേകമായിട്ട് അച്ഛൻ നല്ല പാട്ടുകാരൻ, സെമിനാരിയിലെ മാസ്റ്റർ ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ പാട്ട് പഠിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും ഒക്കെ അച്ഛനാണ് അവിടെ നിൽക്കുക. എല്ലാ കാര്യങ്ങളും അതിലൂടെ ഇടവകയിലായാലും അതെല്ലാം കൃത്യമായിട്ട് സരസമായിട്ട് കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞ് നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ബ്ലാക്ക് ലക്ഷൻ. അതാണ് അച്ഛൻ്റെ ഒരു മികവ്. അച്ഛൻ എല്ലാ കാര്യങ്ങളിലും അതിലൊക്കെ എല്ലാ കാര്യങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെട്ട് വേണ്ട രീതിയിൽ എല്ലാം പരിഹരിക്കുന്ന ഒരു പ്രത്യേകത അച്ഛനുണ്ട്. അടുത്ത കാലത്ത് അച്ഛൻ അപ്രകാരം പരിഹരിച്ച് മുന്നോട്ട് പോയ ചരിത്രങ്ങളൊക്കെയാണ്. അച്ഛനെ കൃത്യമായിട്ട് നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇനി നമ്മളുടെ പൊളച്ചനാണ്. പൊളച്ചനെ പരിചയപ്പെടുന്ന അച്ഛൻ എപ്പോഴും ഇവിടെ എത്രയും സാധിക്കുന്ന അവസരം കിട്ടിയാൽ ഓടിയെത്തുന്ന അച്ഛനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അച്ഛനെ കൃത്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ഫോർമർ പ്രൊഫഷനായിരുന്ന നമ്മുടെ CM കോൺഗ്രിഗേഷന്റെ മാത്യു അച്ഛനാണ്. മാത്യു അച്ഛൻ അച്ഛനെ കൃത്യമായിട്ട് സ്വാഗതം ആശംസിച്ചു. ഇനി നമുക്ക് നമ്മുടെ ദേവസ്വത്തിന് അച്ഛനും മിഷൻ ഏരിയയിലും ഒത്തിരിയധികം അക്ഷരായിട്ടും ഒക്കെ വന്ന് സേവനം അന്വേഷിച്ച അച്ഛനാണ്. അച്ഛനെ പരിചയമാണ്. എല്ലാ മാസം അച്ഛനോട് വരുന്നതാണ്. കൃത്യമായിട്ട് സ്വാഗതം ആശംസിച്ചു. നമുക്കറിയാം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് എങ്ങനെ. ഈ തിരുനാൾ കുറച്ച് വർഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് നടത്തണം. എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ചപ്പോഴാണ് പ്രവാസികൾ ആ കൂട്ടായ്മയൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. അങ്ങനെ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളായി അങ്ങനെയൊക്കെയായി ഇന്ന് പ്രവാസികൾ ഐഡന്റിഫൈ ചെയ്ത് ഇത്രയധികം ആൾക്കാരെ എല്ലാ കടന്ന രാജ്യങ്ങളിലുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂടി അവരുടെ വലിയൊരു മനസ്സുണ്ട്. ഇങ്ങനെ വരാനും ഇങ്ങനെ ചെയ്യാനും മാത്രമുള്ളവരെ ഒരിക്കലും ഒരു മറന്നിട്ടില്ല. നിങ്ങളുടെ ഈ മറവില്ലായ്മ, അതായത് മറക്കാതെ ഓർത്തിരിക്കുന്ന നിങ്ങളുടെ വലിയ അനുഗ്രഹം അല്ലെങ്കിൽ വലിയ കൃപയ്ക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദിയുടെ അവസരം നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ, കാരണം ഓരോ തിരുനാൾ നടത്തുന്ന മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം വെച്ചുകൊണ്ടാണ് തീർച്ചയായും നിങ്ങളുടെ ഈ വലിയ നിറഞ്ഞ മനസ്സിന് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യും. നിങ്ങളുടെ ഇടവകത്തിൽ എന്നാലും സ്വാഗതം ചെയ്യുന്നു. യുവാതെ മറ്റു കുടുംബങ്ങളുടെ ഭാരവാഹികളുടെ പയറുണ്ട്, പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഇതൊരു ഒരുമയുടെ ഒരു വലിയ ദിവസമാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയും പരസ്പരം കൂട്ടിക്കൊടുക്കും നോക്കി യു ആർ ബ്ലെസ്സിംഗ് എന്നൊക്കെ പറയും. യു ആർ എ ബ്ലെസ്സിംഗ്. ഏറെ സ്നേഹത്തോടെ ഒരു സെമിനാരിയിൽ പഠിച്ച ജ്യേഷ്ഠ സഹോദരനായ പറമ്പുകാട് അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇവിടെ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. അലങ്കാരങ്ങൾ കൊണ്ടും
ദീപപ്രഭ കൊണ്ടുമൊക്കെ ഏറെ വ്യത്യസ്തമാണ്. അതുപോലെ ഒത്തിരിയേറെ തിരുനാൾ പാട്ട് കുർബാനകൾക്ക് പോകാറുണ്ട്. ഇന്ന് തന്നെ ഇനി ഒരു തിരുനാൾ കുർബാന കൂടിയുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് മുമ്പ് ഇങ്ങനെ മനോഹരമായ ഒരു ബൊക്കെ നൽകി കുർബാന ആരംഭിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഇവിടെയൊക്കെ അവസാനത്തെ തിരുനാളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, മറ്റുമാതിരികൾ കണ്ടിട്ട്. അത്രമാത്രം അച്ഛൻ ഇതിനെ ഞങ്ങൾ പൂലിപ്പിക്കുകയാണ്. ഏറെ സന്തോഷം അച്ഛൻ. കാര്യമൊന്ന് എന്ന് കേൾക്കുമ്പോൾ എറണാകുളം അതിരൂപതാംഗമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു സങ്കടമാണ് സത്യത്തിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. ഇനി പുത്തമ്പരച്ഛൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ബലിയിൽ പങ്കുചേരുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ ഇനിയും തരണം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുഖത്തോടുകൂടെ അതിനെ നേരിടാം. എന്തിനേയും അതിജീവിക്കുവാനായിട്ട് തമ്പുരാൻ നമ്മെ സഹായിക്കും, ഒരു സംശയവുമില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും ഈ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ പ്രസിദ്ധിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ നന്ദിയുടെ ഈ ബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരരെ, നിങ്ങളിത് ശ്രദ്ധാപൂർവം ദൈവവചനം ശ്രവിക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 17 മുതൽ 19 വരെയും 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ആശീർവദിക്കണമേ. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ
പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും. അമ്പരമനവരകം ദൈവമഹത്വത്തിൽ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൽ നീതികരാം ഹല്ലേലൂയ നീതികരാം കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും സ്മരണം കൊണ്ടാടാം. അധ്യായം 3, 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ കർത്താവെ ആസ്വദിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരരായിരിക്കുകയും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുന്നു. മഴ പോലെ വചനം ഹൃദയവായുകൾ ഉണർവേക ഹൃദയവായുകൾ നിങ്ങളോടും കൂടെ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്നും ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഇടവക 2 വിശുദ്ധരെ ഓർക്കുകയാണ്. ഒന്ന് വിശുദ്ധ യോസേപ്പ് പിതാവ്,
രണ്ട് വിശുദ്ധ സെബസ്ത്യാൻ സഭ. കത്തോലിക്കാ സഭയിൽ 6600 വിശുദ്ധർ, പേര് വിളിച്ച ഔദ്യോഗിക വിശുദ്ധർ 6600 എന്നധികം. അതിൽ വേദപണ്ഡിതന്മാരുണ്ട്, ജ്ഞാനികളുണ്ട്, വിശുദ്ധരുണ്ട്, സാധാരണ. എന്താ വ്യത്യാസം? വിശുദ്ധ യോസേപ്പിത, വിശുദ്ധ ചാവറപ്പിത, വിശുദ്ധ ഉദ്ദേശിയ. പക്ഷേ ഗീവർഗീസ് സഹല, സെബസ്ത്യാൻ സഹല, എസ്തപ്പാനോ സഹല, വിശുദ്ധയുടെ ജീവിതം നയിച്ച് കടന്നുപോയവരെ വിശുദ്ധത്തിൽ വിളിക്കുന്നു. രക്തസാക്ഷ്യം പ്രവർത്തകരെ സഹല, സഹല എന്ന രക്തസാക്ഷ്യം. വിശുദ്ധ യോസേപ്പിതാവും സെബസ്ത്യാൻ സഹലയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. രണ്ട് വിശുദ്ധരെയും വിളിച്ചു അല്പം ചെറിയ ചിന്തകൾ തിരുനാൾ ദിവസത്തിൽ നമുക്ക് നോക്കാം. ഒന്ന് യോസേപ്പിതാവ്. യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ 3 പാഠങ്ങൾ നമ്മൾ നൽകും. 3 പാഠങ്ങൾ. ഒന്ന് സ്വപ്നത്തിൻ്റെ മനുഷ്യൻ, 2 ദൈവത്തോട് വർത്തമാനത്തിൻ്റെ മനുഷ്യൻ, 3 കാവൽക്കാരനായി ജീവിച്ച മനുഷ്യൻ. ഇത് 3മാണ് യോസേപ്പിതാവ് പ്രത്യേകത. ഒന്ന്, യോസേപ്പിതാവ് സ്വപ്നങ്ങൾ ഉള്ള മനുഷ്യനായിരുന്നു. സ്വപ്നത്തിൽ ദൈവം പറഞ്ഞനുസരിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്തു. സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു മനുഷ്യനെ സ്വീകരിച്ചു. സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു യേശുദേവൻ പോകും. സ്വപ്നത്തിൽ പറഞ്ഞു തിരിച്ച് നഷ്ടപ്പെട്ടിരിക്കും. നമ്മളോട് പറയുന്നു തിന്നാളാവശ്യത്തിൽ നമുക്കും വേണം സ്വപ്നങ്ങൾ. ഒരു വികാരീസിന് ഇടവകയെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഇടവക വളരും. ഒരപ്പനുണ്ടെങ്കിൽ സ്വപ്നമുണ്ടെങ്കിൽ കുടുംബം വളരും. സ്വപ്നമില്ലേ കുടുംബം നശിക്കും. സ്വപ്നമുണ്ടോ കുടുംബം വളരും, ഇടവക വളരും. ലോകത്തിൽ ആരെല്ലാം സ്വപ്നത്തിന് പ്രത്യുത്തരപ്പെടുന്നോ അവരെല്ലാം വലിയ മനുഷ്യരായി. ഈജിപ്തിൽ അഹമോസ് രണ്ടാമൻ എന്ന ഭാഗം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം മനുഷ്യമായ അപ്പന് ഒരു കല്ലറയാണ്. സ്വപ്നത്തിൽ കണ്ടതുപോലെ കല്ലറപ്പെടുന്നു. ലോകാത്മകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ പെരുവിൽ ഷാജഹാൻ ചക്രവർത്തിക്ക് ഒരു സ്വപ്നം മനുഷ്യൻ വന്നറിഞ്ഞ നാടൻ ദേശി മുംതാസിന്റെ ഒരു ഓർമ്മ. അതാണ് ലോകാത്മ ഒന്നായ ആഗ്രഹിക വെള്ളക്കര സ്വന്തമായ കാശ്മീർ. ഒരു സ്വപ്നം ഉത്തരം കൊടുത്തു ഈജിപ്തിൽ പ്രധാനമന്ത്രി. 2000 വിശുദ്ധനെ ശ്രദ്ധിക്കും. നമ്മളോട് പറയുന്നു ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉള്ളവരാണ്. ചില മനുഷ്യർ നടന്നു പോകുന്ന കണ്ടാൽ ഉള്ളിൽ ഒരു സ്വപ്നമില്ല. ചില പര്യാപ്തമായ നഗരങ്ങളും മോചനയിലും ശവം നടക്കാൻ പോകുന്നത് ഉണങ്ങിയ മുഖവും വീർക്കുമുള്ളിൽ ശ്വാസം ചോദിച്ചില്ല. ആന്റിയെ ഞങ്ങൾ എളുപ്പമായിട്ടാണ് എപ്പം വരുന്നതാഹോ ഓഹോ ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രസരിക്കുക ഒരു ചോളം എനിക്ക് മനുഷ്യർ ജീവിക്കുന്ന കാലം ഒരു ഉണർവ് വേണം, ഒരു പ്രതീക്ഷ, ഒരു വ്യത്യാസം. അത് മുഖത്തിൽ വേണം, വാക്കിൽ വേണം, പെരുമാറ്റത്തിലാണ്. യേശുപിതാവ് നമ്മളോട് പറയുന്നു സ്വപ്നങ്ങൾ മനുഷ്യരെ സ്വപ്നങ്ങൾ ഉള്ളതായി ജീവിക്കുക. കഴിവുണ്ട് ദൈവം കഴിവുണ്ട്. വളർത്തുമ്പോൾ യേശുപിതാവ് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മരവിച്ച മനസ്സിന് ഒരു സ്വപ്നമുണ്ടാകാൻ പ്രതീക്ഷയുണ്ടാകാൻ ഈ തിരുനാൾ നമ്മൾ വിളിക്കുന്നു. 2, ദൈവത്തോട് വർത്താനം പറഞ്ഞ യേശുപിതാവ് ദൈവത്തോട് ആനന്ദ. ഇന്ന് നമുക്കിടയിൽ 2 മനുഷ്യർ. ഒന്ന് മൊബൈൽ ഫോണിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, 2 വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ മീഡിയ കിഴിക്കൊണ്ടിരിക്കുന്നത്, 2 പള്ളിയിൽ നിന്ന് കാത്തിരിക്കുന്നത്. ഒന്ന് സായനത്തിൽ സീരി കണ്ട് സമയം കഴിയുന്നത്, മറ്റൊരു കൂടെ ഒന്നിനെ കാത്തിരിക്കുന്നത്. ഇതിലേതിപ്പെടുന്നവർ ദൈവത്തോട് വർത്താനം പറയുന്നവരാണോ അതോ മനുഷ്യനോട് വർത്താനം പറയുന്നവരാണോ? മനുഷ്യനോട് വർത്താനം പറഞ്ഞാൽ ഒരേ കഴിയും നിരാശ. മൊബൈൽ ഫോൺ എപ്പോഴും നോക്കിയിരുന്നാൽ വിവേകമല്ല വികാരമുണ്ടാകും. വേണ്ടാത്ത കുറ്റവും കുറവും പോരായ്മകളും പറഞ്ഞു പറയാം. നമ്മുടെ കാഴ്ചപ്പാട് നെഗറ്റീവാകും. ബൈബിൾ വായിക്കുമ്പോൾ ചിന്ത പോസിറ്റീവാകും. പ്രാർത്ഥിക്കുമ്പോൾ ഭാവനകൾ പോസിറ്റീവാകും. നമ്മൾ ദൈവത്തോട് വർത്തമാനം പറയാം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് OTP. OTP എന്ന് പറഞ്ഞാൽ വൺ ടൈം പാസ്വേഡ്. ഒരു രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. 6 നമ്പറുള്ള OTP. ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ രജിസ്ട്രേഷൻ നടക്കും. ഇതാണ് OTP. പ്രാർത്ഥന ഒരു OTP ആണ്.
ദൈവത്തോട് കത്താനെ പ്രവചിക്കുകയാണ്. ഒരിച്ചിട്ട് ഇന്നും വ്യക്തമായി വൃത്തിയായി പ്രാർത്ഥിക്കണം. 1. സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. 2. ദൈവത്തോട് വർത്താനം പറയാൻ പഠിക്കുക. അത് വീഴ്ചയില്ലാതെ ഇരുത്തുക. 3. കാവൽക്കാരെ പോലെ ജീവിക്കണം. നമ്മൾ ഉടമസ്ഥനല്ല. ഉൽപ്പത്തി 2:10. ആവോ ഹൗവ നിങ്ങൾ ഏകപ്പെടുത്തിന്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ സ്വന്തമല്ല, ഭർത്താവിന്റെ കാവൽക്കാരൻ. ഭർത്താവ് ഭാര്യയുടെ സ്വന്തമല്ല, ഭാര്യയുടെ കാവൽക്കാരൻ. മാതാപിതാക്കൾ മക്കളുടെ സ്വന്തമല്ല, നിങ്ങൾ കാവൽക്കാരന്മാരും. 10-70 വർഷം കാവലിരുന്നത് ഭാര്യയെ സിമിറ്റയിലേക്ക് പറഞ്ഞുവിടും, ഭർത്താവിനെ പറഞ്ഞുവിടും. പ്രായപൂർത്തി വരെ മക്കളുടെ കാവൽ നിന്നത് കുഞ്ഞുങ്ങളെ തള്ളപ്പോയി കുഞ്ഞുങ്ങളെ പോലെ ഒത്തിപ്പൊത്തിയാക്കി വിടും. നമ്മളെല്ലാം സൂക്ഷിക്കുക. വികാരിച്ചൻ ഇവിടെ എന്തെല്ലാം ചെയ്താലും 3 വർഷം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകും. 3 വർഷത്തെ കാവൽക്കാരൻ വീടിച്ചു ഒരുക്കാൻ കെട്ടിയത്, വാർക്കാൻ റബ്ബർദൂതി, പകരം വയ്ക്കാൻ മാത്രം, പകർത്തു വരാൻ അമ്മായിയമ്മ. നമുക്ക് പറയാൻ ചോദിക്കും, കുരിശിനുള്ള സഹായിക്കട്ടെ. നമ്മൾ പറയും, എൻ്റെ തമ്പുരാനെ തമാശ പറഞ്ഞതല്ലേ, നീ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തു. നമ്മളെല്ലാ ദിവസവും കർത്താത്മാകാശി അതിന് അവസാനം ഒരു പ്രാർത്ഥന, ഈശോയുടെ വാഗ്ദാനം വിട്ട് ഞങ്ങൾ യോഗ്യരാകാൻ. എല്ലാവർക്കുമാണ് ഈ പ്രാർത്ഥന. ഈശോയുടെ വാഗ്ദാനം മർക്കോസ് 10:30. ഈ ലോകത്തിൽ വീടുകളും വിളിച്ചിരുന്നു, പരാജയം ജീവിതത്തിൽ കൃത്യമായി സംഭവിച്ചു. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ഇത് മനസ്സിലാക്കി അത് ഗീവർഗീസും, അത് സെബസ്ത്യാനോസും, അത് എസ്തപ്പാനോസും, അത് അത്മോസാമി, അത് എർബേസിയാമി, അത് ബുസ്രേസിയായി എല്ലാവരും മനസ്സിലാക്കി. ഇതിനപ്പുറത്ത് നിൽക്കേണ്ടവർക്ക് കിട്ടിയില്ല. ആ ഉറപ്പ് നമ്മളെ ശക്തിപ്പെട്ടു. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ആശ്രമങ്ങളിൽ ആൾക്കാർ ചെല്ലുമ്പോഴായ സംഭാവന കൊണ്ടുവരുമ്പോൾ രസീതൊന്നും പറയും, രസീതല്ല, ആരെ കാണിക്കാനാണ്? ദൈവം കണ്ടാൽ മതി. ഭർത്താവ് മനസ്സിലാക്കിയിരിക്കും, ഭാര്യ മനസ്സിലാക്കിയിരിക്കും, മക്കളും മരുമക്കളും മനസ്സിലാക്കിയിരിക്കും. എന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ഉറപ്പാണ് വിശുദ്ധരെ ജയിച്ചത്. ഈ തിരുനാളിൽ ഈ ചിന്ത ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം ഓരോരോ സ്ഥലം ഓരോരോ വേദനകൾ പരാതിയില്ലാതെ പരിഭവമില്ലാതെ അതിനെ സ്വീകരിച്ച് ഭൂമിയിൽ ദൈവത്തെ മക്തപ്പെടുത്താം. അവിടെ ഈ സാക്ഷ്യം വഹിക്കാം. അങ്ങനെ സാക്ഷ്യം കൂടാതെ നമ്മുടെ ജീവിതം മാറണം. സാധിക്കുകയും അച്ഛന് എല്ലാവരുടെയും ഹൃദയത്തിൽ അർപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾ അനേകമായ മക്കൾക്ക് ആശ്വാസവും വചനത്തിൻ്റെ പ്രശ്നവുമായിട്ട് തീരട്ടെ. അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഈശോ
കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സഹോദരെ, നിത്യജീവൻ നൽകുന്ന തിരിച്ചുരേറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കാം.
വാനത്തിൻ രൂപത്തിൽ വന്നേ സത്രാരി കണ്ണിനായി വാണിയിടണേ പ്രതീകമായിട്ട് നമുക്ക് ജോയി ബ്ലാക്കിലച്ഛൻ ഇവിടെ വന്നു. ഞായറാഴ്ചയാണ് ഇടവേണ്ടെങ്കിൽ പോലും അച്ഛൻ നമ്മൾ വിളിച്ചതിൻ്റെ പേരിൽ കൃത്യമായിട്ട് വളരെയധികം സാക്രിഫൈസ് ചെയ്തിട്ട് ആണ് ഇവിടെ എത്തിയിരിക്കുക. അച്ഛന് വളരെ ഭക്തി നിർഭരമായി നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് തീർച്ചയായും ഈ അവസരത്തിൽ ഈ ഞായറാഴ്ച ദിവസം ഇടവകയുണ്ടെങ്കിൽ പോലും അവിടുത്തെ ആദ്യത്തെ കുർബാന ഓടി നമ്മുടെ അടുത്തേക്ക് വന്ന് ഇവിടെ പ്രകാരമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്കായിട്ട് ഈ ദീപിൽ ഭക്തി നിർഭരമായി അർപ്പിച്ച അച്ഛന് ഈ തിരുനാൾ ദിനത്തിലെ ദീപിൽ നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് പ്രതീകമായിട്ട് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. നമുക്കറിയാം അച്ഛൻ നന്ദി പറഞ്ഞതാണ് നമ്മുടെ അച്ഛൻ നന്ദിയും കൃതജ്ഞയും ഓർക്കുക. അച്ഛൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓർക്കാൻ വേണ്ടി നമ്മളുടെ പ്രൊഫഷൻ കോൺഗ്രിഗേഷന്റെ പ്രൊഫഷനായിട്ടുള്ള പോളച്ചൻ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്കറിയാം മക്കൾക്ക് വേണ്ടി വേദപാഠം പറഞ്ഞു കൊടുക്കുന്നു. ഇവിടുത്തെ അലങ്കാരങ്ങൾ നോക്കുന്നു, മാതൃസംഘം അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയൊക്കെ നോക്കുന്നു. ഈ രണ്ട് കോൺഗ്രിഗേഷൻ തീർച്ചയായിട്ടും നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലൂടെ കൈദികളൊക്കെ ലിമിറ്റ് ചെയ്ത് കാരണം പല കാര്യങ്ങളും എന്നാലും ഓരോ കൊച്ചു മക്കളെയും അറിഞ്ഞും സേവിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ഒക്കെ കൃത്യമാണ് ഇന്ന് സിവിൽ സിസ്റ്റേഴ്സാണ് ഈ വർഷമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ മനോഹരമായിട്ട് ഈ പള്ളിയിലക്കാരൻ ഒരാളൊന്നുമല്ല, ഒരു കോൺവെന്റ് മുഴുവനും അല്ലെങ്കിൽ 10-15 സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് പ്രകാരമുള്ള ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മുടെ രണ്ട് കോൺഗ്രിഗേഷനുള്ള സിസ്റ്റേഴ്സ് വളരെയധികം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് അധ്വാനം ചെയ്യുന്നു. ഈ അവസരത്തിൽ തിരുനാളിന്റെ മഹാ അവസരത്തിലൊക്കെ അവരെ നന്ദിയോടെ കാണും. പ്രൊഫഷൻസിനെയും അതുപോലെ ജനറൽസിനെയും സുപ്പീരിയേഴ്സിനെയും എല്ലാവരെയും നമുക്ക് കൃത്യമായിട്ടൊരു നന്ദിയും കയ്യിലേക്ക് കൊടുക്കും. ഒക്കെ തന്നെ നമുക്കറിയാം ഈ വർഷത്തെ നമ്മുടെ തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്നത് നമ്മുടെ പ്രവാസി കൂട്ടായ്മയാണ്. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖം വഞ്ചനയുടെ ഒരു അഞ്ചനയുടെ എത്തിരി നല്ല മനുഷ്യർ തീർച്ചയായിട്ടും അവരുടെ ആ വലിയ മനസ്സല്ലേ നമുക്ക് ഇത്രയും മൂടി പിടിപ്പിച്ച് മനോഹരമാക്കി എല്ലാം ചെയ്യാൻ നമ്മൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വർഷം അവർ ഒരു വർഷം മുമ്പ് തന്നെ ഇതിന്റെ പ്ലാനിങ്ങും എല്ലാം കോർഡിനേറ്റ് പല രാജ്യങ്ങളിലുള്ള പല ഫോൺ മാത്രമേ ഒരു വാട്സപ്പ് കോളുകളും ഒക്കെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും അവർ തന്നെ നാടകമായാലും ഗാനമേളയായാലും അവർ തന്നെ എല്ലാം ക്രമീകരിച്ച് നമുക്ക് നൽകുകയുണ്ടായി. അപ്പോൾ ഈ അവസരത്തിൽ ഈ കടന്നു വന്ന നിങ്ങളെ പ്രകാരം ഈ പ്രവാസികളെ ഇനി അവരും ഫ്ലൈറ്റിലൊക്കെ അവിടെ വന്നിരിക്കുന്നത് ഇതിനുവേണ്ടി മാത്രം തന്നെ ഈ തിരുനാളിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒത്തിരി സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും ഒക്കെ അവർ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത ഈ വലിയ കാര്യത്തിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളല്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്ദി ഇടവകയുടെ മൊത്തമായിട്ട് നമ്മളുടെ ഈ ദിനങ്ങളെയൊക്കെ മനോഹരമാക്കാൻ വൈദികരും കുർബാനയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ കൈകാരന്മാര് ഷിജു കരോടുക്കുന്നതിൽ സക്രേസ് പാറോളിയിൽ അതൊരു വായിച്ചവൻ സനോമി ചക്കിയത്ത് പിന്നെ കുടുംബിയുടെ ഭാരവാഹികളും പിന്നെ ഈ തിരുനാളിന് മൊത്തമായിട്ട് കൺവീനറുണ്ട് ജോണി മേനാശ്ശേരി അതുപോലെ ഷിജു കരോടുക്കുന്നതിലും ഒക്കെ അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഇതെല്ലാം ഭംഗിയായിട്ട് അച്ഛന്മാർക്കല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും ഭംഗിയാകുക. അപ്പൊ അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മളുടെ മനോഹരമായ ഈ ദിവസത്തിൽ 9 ദിവസം തുടങ്ങി 30-ാം തീയതി തുടങ്ങി അവർ പ്രകാരം പരിശീലനം വെറുതെ ഒന്നും പാട്ട് പാടാനും പറ്റില്ല. അതതിന്റെ റിതം അതിന്റെ ചുവൺ എല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് വരാനായിട്ട് അവർ പരിശീലനം കണ്ടിട്ടുണ്ട്. ഇവർ വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്തതായിട്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല, പാട്ട് പാടുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുണ്ട്, മനസ്സുകളുണ്ട്, അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കായിക സംഘത്തിന് ഞങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സാമ്പേഷിനെ പ്രവർത്തിക്കുന്ന ജസ്റ്റിന് ഇതൊക്കെ നേരത്തെ വന്ന് എല്ലാ കാര്യങ്ങളും പാട്ട് വയ്ക്കുക, ഇത് വയ്ക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരേ പ്രത്യേകമായിട്ട് നമ്മുടെ അത്താഴ സംഘാനം ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് അവരൊക്കെ അത്താഴ സംഘാനം വരികയുണ്ടായി. അപ്പോൾ ഈ അത്താഴം പ്രവർത്തിച്ച ജസ്റ്റിൻ ഗായക സംഘത്തിന് കൃത്യമായിട്ട് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിവിധ തരം കമ്മിറ്റികളാണ്.
പന്തലിനൊരു കമ്മിറ്റി, ഭക്ഷണത്തിനൊരു കമ്മിറ്റി, പേരുകളൊന്നും എല്ലാവരെയും പറയുന്നില്ല എങ്കിൽ കമ്മിറ്റിക്കാരായിട്ട് അവരൊക്കെ അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ, നാടകത്തിനായാലും ഗാനമേളയ്ക്ക് വരുന്ന ഗാനമേളയ്ക്കായാലും പടക്കത്തിനായാലും അല്ലെങ്കിൽ പന്തലുകളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുപോലെ ഫോട്ടോ എടുക്കാനായിട്ട് അത് കൃത്യമായിട്ടില്ലെങ്കിൽ എന്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ എന്ത് ചോദിക്കും. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് ഭാവിച്ചിട്ട് വളരെ കാര്യമായിട്ട് വരുന്നില്ല, ഭംഗിയായിട്ട്. അതുപോലെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു വരുന്ന ഷിബിൻ, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ടീം അംഗങ്ങൾ, അതുപോലെ നമ്മളുടെ ഈ സൗണ്ട് സിസ്റ്റം, ഇലക്ട്രിക്കലായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ഇതൊക്കെ അവരുടെ ജോലി മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന പൈസ മാത്രമല്ല, അത് അവരുടെ ഒരു സമർപ്പണം. അവർ എത്രയോ നേരത്തെ വന്ന് ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഇതിന് പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അധ്വാനത്തിന് കിട്ടുന്ന പൈസയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ തീർച്ചയായിട്ടും അവർ എത്രയോ സ്ഥലങ്ങളിൽ പോകുന്ന എത്രയോ ആളുകളെ കാണും. ഈ അവസരത്തിൽ നിങ്ങളെ ഇലക്ട്രിക്കൽ മറ്റു കാര്യങ്ങൾ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവര് എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഹൃദ്യമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടികളെ നമ്മൾ ചെറിയൊരു പ്രദേശമാണ്, ആര് പോലും ഇവിടെ കാണുന്ന മുഖം മുഴുവൻ എനിക്ക് കാണുന്നു. ചെറിയ പ്രദേശം ഈ മരിയപ്പടി വരെ പോയിട്ട് തിരിച്ചു വരും. വീട്ടിൽ ഭക്ഷണം ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചൂടാക്കാനുള്ള സമയമൊക്കെ മുഴുവനുണ്ട്. അപ്പോൾ അത് ഒക്കെ പോവാം. ഈ പ്രദേശത്തിൽ കൂടി ഇങ്ങനെ നിരനിരയായിട്ട് പോകുമ്പോൾ മറ്റുള്ള ഇത്രയും ആളുകൾ നമുക്ക് ഇന്നലെ പോയി വന്നപ്പോൾ ചില ഹിന്ദുക്കളൊക്കെ ഇതുമാത്രം ആൾക്കാരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഇത്രയുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് നമ്മുടെ ഈ തിരുനാള്. അപ്പൊ ഇന്നലെ തന്നെ വന്ന് നമ്മുടെ ആളുകൾക്ക് പറയുന്നത് വളരെ കാര്യമായിട്ട് ഈ വർഷം എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നില്ല നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രതീക്ഷ ചെറിയ പ്രതീക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്പ് എഴുന്നള്ളിച്ച് വീടുകളിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം ഭക്തിയോടുകൂടി ഓരോ വീട്ടിലും അമ്പ് എഴുന്നള്ളിച്ച് വെക്കുമ്പോഴൊക്കെ ഓർക്കുക, അതുപോലെ തന്നെ അലസന്മാരുടെയും നമ്മുടെ വീട്ടിലേക്ക് വരികയല്ലേ ഈശോ, അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധരൊക്കെ തീർച്ചയായിട്ടും സാന്നിധ്യമാണ്. നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കുക. ദൈവം നമ്മളോട് പ്രാർത്ഥനകളിൽ അവിടെ ഭക്തിയും ചെയ്യുക. അതുപോലെ സമയക്രമങ്ങളുണ്ട്. വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് നമുക്ക് എത്ര മണിക്ക് വരണം കൃത്യമായിട്ട് പറയുന്നത് ആ സമയത്തിന് തന്നെ എത്തണം. ഇന്നലെ നമ്മുടെ പരിപാടികൾ ഗാനമേളയുണ്ട്, മറ്റു പരിപാടികളുണ്ട്. ഇതെല്ലാം സമയത്തിന് അവസാനിപ്പിക്കാനും തുടങ്ങാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം സമയക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞാനുടെയും പേരുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് എത്തുന്നതാണ്. പലരും വരാനുണ്ട്. സിസ്റ്റേഴ്സ് അടുത്ത കോൺവെന്റുകളിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാറ്റഗറീസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവിടേക്കും അവരെത്തും. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു ഓർമ്മ. ഇനി ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അടുത്ത വർഷത്തെ തിരുനാള് അപ്പച്ചന്മാരെ കുറച്ച് പേര് കൂടി നടത്താമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ആഗ്രഹം പൊട്ടി വളരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്കത് അവസാനം നമ്മളുടെ പ്രതീക്ഷയൊക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരമോ പ്രഖ്യാപിക്കാനൊക്കെ പറ്റി എനിക്ക് വളരെ സന്തോഷം. ഇതിന് രണ്ടു പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറയാമോ? ആരെങ്കിലും പറയാമോ? ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടിയിട്ട് ഈശോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. എന്നതുപോലെ ഇനിയിവിടെ ഇഴഞ്ഞു നടക്കുന്ന ഗുണ്ടുകൾ പോലും ഇപ്പോൾ നന്ദി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണത്തിനായിട്ട് പോവുക. എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരാൾക്ക് മാത്രമാണ് ഇനി നന്ദി പറയാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. അതാരണം അത് നിങ്ങളുടെ വ്യാരീക്ഷനാണ്. ഇത്രയും മനോഹരമായിട്ട് ഈ തിരുനാളിനെ ക്രമീകരിച്ച് വളരെ ആകർഷത്തോടുകൂടെ ബാഹ്യവും ആന്തരികവുമായിട്ട് ഏറ്റവും മനോഹരമാക്കിയ വ്യാരീക്ഷന നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രൊഫഷണൽസ് ഒരു ബൊക്കെ നൽകുന്നതാണ്. സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കാനും മലാഖമാരുടെ കൂടുതൽ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ വിവരത്തിൽ പങ്കുകൊള്ളാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെ ഏകതയോടെ ആരാധിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി വിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടമ കൊടുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യും. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ചു വളർത്തിയ മാനസപിതാവിനെ പോലെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും
ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശിനു വന്ദനവും സ്തുതിയുമണയ്ക്കുന്നു. കർത്താവേ, അങ്ങേ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തി അനന്തമായ സഹായം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയോസേപ്പിന്റെ വിശുദ്ധ ബസ്ത്യാനോസിന്റെയും പ്രതീകമായി ഞങ്ങളുടെ ലോകസ്നായ യോസേപ്പിനാവേ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുകർമ്മങ്ങളെ സംഭവിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ഫോണില്ല പിന്നെ കിട്ടി Oh
Thank you.
ഈശോയോടെന്നും പ്രാർത്ഥിക്കണമേ. കാരുകുന്നിൽ വാഴും പുണ്യാത്മാവേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണമേ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും നാവിൽ ശാന്തമീ രാത്രിയിൽ വാദിഘോഷാദികൾ കൊണ്ടുവന്നു